വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം ഞാൻ എഴുതിയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കത്തിക്കട്ടെ, എന്നിട്ട് പറഞ്ഞാലോ? നിങ്ങൾ കത്തിച്ചോ, അതല്ല ഞാൻ പാടിക്കോട്ടെ. എനിക്ക് പാടണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കില്ല, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണ്ടേ? ക്രിയേറ്റീവ് പറ. അതായത് ഒരു മിനിറ്റേ തുറക്കട്ടെ. എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഇവിടെ തീ കത്തിക്കോ ഒക്കെ ചെയ്യണ്ടേ? അതായത് മോനോട്ടാ, പറ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ അത് എനിക്ക് പറയാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പാട്ട് ഞാൻ പാടും. പാട്ട് പാടും? പാട്ട് പാടും. എന്താണെന്ന് വെച്ചാലേ പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടാ? പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടാ. പാട്. അതായത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ വളരെ ദൂരെ ഒരു യാത്ര പോവാണ്. അതായത് ഞങ്ങളിതുവരെ അങ്ങനെ പിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം ഞങ്ങളിതുവരെ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി ട്രിപ്പാണ്. നമ്മളിപ്പോൾ ചെയ്ത പോലെയല്ല, 10 ദിവസം ട്രിപ്പാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പോവാണ്. പുള്ളിക്കാരിനെ ട്രെയിൻ കയറ്റാനും എല്ലാത്തിനും പോകുന്നത് ഞാനാ. അപ്പം അങ്ങനെ പോകുമ്പോൾ എനിക്ക് നല്ല ഒരു വിരഹം മൂഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി പോകും എന്നുള്ള കാര്യം എനിക്ക് കൺഫേം അറിയാം. എങ്ങോട്ട് പോകും? അല്ല, പുള്ളിക്കാരിക്ക് മടുക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. നിന്നെ മടുത്തുന്നോ? അല്ല, പുള്ളിക്കാരി ഇതൊക്കെ നിർത്തിയിട്ട് പുള്ളിക്കാരുടെ ഒരു ഐഡിയ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ലേ. ഞാൻ ഏറ്റവും ലോങ് ട്രിപ്പ് പിടിച്ചത് ഇപ്പോൾ നമ്മളാണ് എൻ്റെ ലൈഫിൽ. കേരളത്തിലേ ഞാൻ കളിച്ചിട്ടുള്ളൂ. പിന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അത് പിന്നെ പാട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാ. നേപ്പാളൊന്നും പോയിട്ടില്ല. നേപ്പാൾ പോയിട്ട് ഞാൻ ഇവിടെ കർണാടക കഴിഞ്ഞിട്ടില്ല. കാര്യം പറ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ട്രെയിനിൽ കയറി ഇരിക്കണം. പുള്ളിക്കാരി കരയുണ്ട്. പുള്ളിക്കാരിക്ക് പോകാൻ വയ്യ. എന്നെ വിട്ട് പോകാൻ എനിക്ക് ആ സമയത്ത് കേട്ടോ, ആ സമയത്ത് പുള്ളിക്കാരിക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല. പുള്ളിക്കാരി കരയുന്നുണ്ട്. പുള്ളിക്കാരി വിൻഡോ സീറ്റൊക്കെ തപ്പി എല്ലാം ഇരുന്നിട്ടേ അങ്ങനെ വൻ സെഡാണ് പുള്ളിക്കാരി. അപ്പോൾ എന്നെ ഇത് ഹേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അത്രയും ദിവസം ഞാൻ ഒറ്റക്കായപ്പോൾ എനിക്ക് യാത്രയിൽ അവൾ ഫീൽ ചെയ്ത സാധനം എനിക്ക് അങ്ങനെ കിട്ടി, പക്ക കിട്ടി. അപ്പോൾ ഞാനത് പാട്ടാക്കി. ഞാൻ പാട്ടാക്കി. പിന്നെ എനിക്ക് പാട്ട് എത്ര ഇഷ്ടമാണ്. ഞാൻ പാട്ട് എഴുതാൻ എനിക്ക് എത്ര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാട്ടാക്കും. എന്ത് കിട്ടാതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പാട്ടാക്കും. ഓക്കെ, എന്നാൽ പിന്നെ നീ പാട്ട് പാടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കത്തും. അത് ഓക്കെ. അപ്പോൾ മോനോട്ട് പാട്ട് പാടാം. പാട്ട് കേൾക്കാൻ നേരത്തെ ഇരിക്കുക എന്നുള്ളത് ചടങ്ങാണ്. അല്ല, ഇതൊരു ഇഷ്ടമാണ്. പറ. ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇഷ്ടത്തില്ല. ഞങ്ങൾക്കറിയാം. അതിനപ്പുറം ഒന്നും ഇഷ്ടമില്ലല്ലോ ഇതിൽ. ഇല്ല, ഞങ്ങൾക്ക് അറിഞ്ഞാൽ പോരെ. ഇഷ്ടമായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ആയിരുന്നു. പാസ്റ്റാ. പക്ഷെ പാസ്റ്റിൽ നിൽക്കാൻ പാടില്ല. പക്ഷെ എഴുതിപ്പെട്ട പാട്ട് അങ്ങനെ തന്നെ പാടണ്ടേ? അത് പാടണം. അപ്പോൾ പാടുന്നതൊക്കെ അങ്ങനെ പാടുന്ന കുഴപ്പമൊന്നുമില്ല. പാട്ടിങ്ങനെയാണേ. കണ്ണീന്ന് മായുമ്പോ കണ്ണില് കാണണ്, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ. കണ്ണീന്ന് മായുമ്പോ കണ്ണില് കാണണ്, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ. കണ്ണീര് തോവാതെ ഉള്ളു കലങ്ങുമ്പോ കണ്ണില് നോക്കണതെന്തേ, കണ്ണില് നോക്കണതെന്തേ. കണ്ണീര് തൂകാതെ ഉള്ളു കലങ്ങുമ്പോ കണ്ണില് നോക്കണതെന്തേ,
കണ്ണില് നോക്കണതെന്തേ? കണ്ണ് കലങ്ങുമ്പോ ഉള്ളു പിടയണ്, കണ്ണ് കലങ്ങുമ്പോ ഉള്ളു പിടയണ്. കാണാതെ പോകല്ലേ എന്നെ, കാണാതെ പോകല്ലേ എന്നെ. കണ്ടിട്ട് നാളേറെ, കണ്ടിട്ട് നാളേറെ ആയില്ല, എന്നാലും കാണുന്നതൊക്കെയും നിന്നെ, കാണുന്നതൊക്കെയും നിന്നെ. കണ്ണീന്ന് മായുമ്പോ കണ്ണില് കാണണ്, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ, കണ്ണില് നോക്കാഞ്ഞ പെണ്ണേ. അങ്ങനെ കണ്ണ് 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 അതന്നെ ഉള്ളൂ. കണ്ണ് വെച്ച് മാത്രം. അതേപോലെ കുറെ ഉണ്ടാവുമല്ലോ അസ്ത്രങ്ങള്. ബ്രഹ്മാസ്ത്രം വല്ലതും വരാനുണ്ടോ? ബ്രഹ്മാസ്ത്രല്ല, ഉണ്ട്, പാട്ടുകളുണ്ട്. ഇതെന്തെങ്കിലും പുറത്തേക്ക് വരാത്തേ? എല്ലാം പുറത്തേക്ക് വരണ്ടേ? വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ആസ്വാദനം ആവില്ലല്ലോ. അല്ല, അങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതാ. ഇത് അടുപ്പത്ത് വെച്ചാ കഞ്ഞിയാവും. കഞ്ഞിയാവോ? അമ്മേ, കഞ്ഞിയാവും. അല്ല നിക്ക്, ഞാനിവിടെ നിന്ന് തീ കത്തിക്കുന്നത് സെറ്റാക്കില്ല. ആ സെറ്റാണ്. സെറ്റാണോ? അടുപ്പത്ത് വെച്ചട്ടെ, അടുപ്പത്ത് വെച്ചട്ടെ. ഞാൻ വെച്ചേ ഞാൻ അടുപ്പ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നീ കഞ്ഞി മാത്രം സെറ്റാക്കിയാൽ മതി. എനിക്ക് പച്ചമുളകും സവാളയിലാണ്ട് കഞ്ഞി വെക്കാൻ പറ്റില്ല. അല്ല സോറി, ചിക്കൻ പൊരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ മാഷറൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. കാരണം എനിക്കറിയില്ല, തീ ആളി പോകുന്നുണ്ട്. എന്തോ ആട്ടെ, അത് വിട്, വേണ്ട. എന്ത്? ഞാൻ പോയി പച്ചമുളകും സവാളയും മേടിച്ചു. അത് നല്ലൊരു തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ചിക്കൻ നമ്മൾ തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുമ്പോൾ പേടിയായിരുന്നെന്നിൽ സഖാവേ, പ്രേമമായിരുന്നെന്നും പറഞ്ഞിടാൻ. പേഴ്സിന് പൈസ എടുക്കട്ടെ സഖാവേ?